മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ.വി. തോമസ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്കൊപ്പം ഭാഷയിൽ പുതിയ സാങ്കേതിക പദങ്ങൾ ആവശ്യമായി വരുന്നു. നിലവറയിലുള്ള പഴയ പദങ്ങൾ പൊടിതട്ടിയെടുത്ത് പുതിയ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും. തികച്ചും പുതിയ സങ്കല്പങ്ങളാണെങ്കിൽ അന്യഭാഷകളിൽ നിന്ന് പദങ്ങൾ കടമെടുക്കുകയാണ് പൊതുരീതി. ഇലക്ട്രിസിറ്റി എന്ന വാക്കിന് നമ്മൾ വൈദ്യുതി എന്ന സംസ്കൃത പദമാണ് പകരം വെച്ചത്. പക്ഷേ തമിഴർ മിൻസാരം എന്ന വാക്കുണ്ടാക്കി. മിന്നലിൻ്റെ സാരം മിൻസാരം. ഡിസ്ട്രിക്റ്റ് എന്നതിന് നമ്മൾ ജില്ല എന്ന പേർഷ്യൻ വാക്കെടുത്തപ്പോൾ തമിഴർ മാവട്ടം എന്ന സ്വന്തം പദമുണ്ടാക്കി. ട്രാൻസ്പോർട്ടിന് നമ്മൾ ഗതാഗതം എന്ന പദം എടുത്തപ്പോൾ തമിഴർ അത് പോക്കുവരുത്തം ആക്കി. കണ്ടക്ടറെ നമ്മൾ മാറ്റം കൂടാതെ സ്വീകരിച്ചപ്പോൾ തമിഴർ അത് നടത്തിനറ ആക്കി മാറ്റി. ബസ് സ്റ്റാൻഡ് അവർക്ക് പേരുന്തു നിലയമാണ്. വണ്ടിപ്പേട്ട എന്ന പദമുണ്ടായിട്ടും നമ്മളത് തിരസ്കരിച്ചു. സൈക്കിളിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ചവിട്ടുവണ്ടി എന്ന പദം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല. സൈക്കിൾ തമിഴർക്ക് മിതിവണ്ടിയാണ്. മെതിക്കുക എന്നാൽ ചവിട്ടുക എന്നാണല്ലോ അർത്ഥം. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തിയില്ല. പക്ഷേ തമിഴിൽ അത് കാവൽ നിലയമാണ്. ടെലിഫോൺ തമിഴർക്ക് തൊലൈപേച്ചിയാണ്. കമ്പ്യൂട്ടറിന് നമ്മൾ മലയാളം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. തമിഴിൽ അതിന് നിരവധി പദങ്ങളുണ്ട്. ഗണി, ഗണിനി, ഗണിപ്പൻ, ഗണിപ്പൊരി എന്നിങ്ങനെ. ചെക്ക് ലീഫ് അവർക്ക് കാശോലയാണ്. സാങ്കേതിക പദങ്ങളെ മലയാളീകരിക്കണമെന്ന നിർബന്ധം നമുക്കില്ല. തമിഴ്നാട്ടുകാർ അങ്ങനെയല്ല. എന്തിനും അവർ തമിഴ് തത്സമം കണ്ടെത്തും. കുക്കിംഗ് ഗ്യാസിനെ നമ്മൾ സംസ്കൃതീകരിച്ച് പാചകവാതകമാക്കി. തമിഴിൽ അത് എരിവായു ആണ്. എരിക്കാനുള്ള വായു എരിവായു. സംഗതി വളരെ ലളിതം. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന അപകടം പിടിച്ച പദത്തിന് നമുക്കൊരു വാക്കില്ല. അഴകളവ് എന്നാണ് തമിഴർ കണ്ടെത്തിയ വാക്ക്. ബോയിലിംഗ് പോയിന്റ് എന്ന വാക്കിന് കുറേക്കാലം മുമ്പ് ക്വഥനാങ്കം എന്നൊരു വാക്ക് നാം കണ്ടെത്തിയിരുന്നു. അത് കേട്ടാൽ ആരും വരണ്ടുപോകും. ഒടുവിൽ ബ്രാക്കറ്റിൽ ബോയിലിംഗ് പോയിന്റ് എന്നുകൂടി എഴുതേണ്ടി വന്നു അർത്ഥബോധമുണ്ടാകാൻ. വെടിവെക്കുകയും പിന്നെ ഇഡ്ഡോ എന്ന് പറയുകയും കൂടി ചെയ്യുന്ന ആ പണി ഒടുവിൽ വേണ്ടെന്ന് വെച്ചു. പകരം തിളനില എന്ന മലയാള പദം നമ്മൾ സ്വീകരിച്ചു. ഭരണഭാഷ മലയാളം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാ സാങ്കേതിക പദങ്ങളും മലയാളത്തിൽ വേണമെന്ന ശാഠ്യം നന്നല്ല. ഒന്നേ നോക്കേണ്ടു, കേൾക്കുന്നവർക്ക് അർത്ഥബോധമുണ്ടാവണം. ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നാളെ നിങ്ങൾക്കൊരു ശസ്ത്രക്രിയയുണ്ട്. രോഗി ചോദിച്ചു, അതെന്താണ് സാർ സംഗതി? നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന്. എങ്കിൽ പിന്നെ അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ പോരായിരുന്നു എന്നായിരുന്നു രോഗിയുടെ മറുചോദ്യം. അതെ, മലയാളിക്ക് മനസ്സിലാവുന്ന പദം ഏതോ അതാണ് മലയാളം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.